ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 46/2026 എന്ന് പറയുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പം ഇതിൽ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ അതിന് ശേഷമുള്ള 51 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ ഗരുഡ, സ്മൈൽ 75, അഗ്നിപഥ്. ഏതാണ്? റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഗംഗയാണ്. ഓപ്പറേഷൻ ഗംഗയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഗരുഡ, സ്മൈൽ 75, അതുപോലെ അഗ്നിപഥ്, ഇതൊക്കെ എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഓപ്പറേഷൻ ഗരുഡ എന്ന് പറയുന്നത് CBI ഇന്ത്യയിൽ നടത്തിയ ഒരു അന്വേഷണമാണ്. അതായത് ഡ്രഗ് മാഫിയകൾക്കെതിരെ നടത്തിയ ഒരു അന്വേഷണമാണ് ഓപ്പറേഷൻ ഗരുഡ എന്ന് പറയുന്നത്. അതുപോലെ സ്മൈൽ 75 എന്ന് പറയുന്നത് സാമൂഹ്യനീതി മന്ത്രാലയം ഭിക്ഷാടകരായിട്ടുള്ള ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പദ്ധതിയായിരുന്നു സ്മൈൽ 75 എന്ന് പറയുന്നത്. അഗ്നിപഥ് നിങ്ങൾക്കറിയാം, നമ്മുടെ സായുധ സേനകളിലേക്ക് യുവാക്കൾക്ക് 4 വർഷത്തേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് അഗ്നിപഥ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവനകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കാരണം ആലപ്പുഴയിൽ അങ്ങനെ വലിയ മലകളോ കുന്നുകളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ എന്തില്ല? സാധ്യതയില്ല. അടുത്തത്, 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ശരിയാണോ തെറ്റാണോ? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് പാലക്കാട് ജില്ലയിലല്ല പുത്തുമല. എവിടെയാണ്? വയനാട് ജില്ലയിലാണ് പുത്തുമല. അടുത്തത്, 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ എന്തുണ്ടായി? ഉരുൾപൊട്ടലുണ്ടായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി, 2 മാത്രം എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം അതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏത്? ഇലമുളച്ചി, പപ്പായ, മുരിങ്ങ, ശീമപ്ലാവ്. ഏതാണ്? ഇലമുളച്ചി, പപ്പായ, മുരിങ്ങ, ശീമപ്ലാവ്. അപ്പം എന്താണ് കായിക പ്രജനനം, എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം? ഇത് രണ്ടും ഞാൻ പറയാം. കായിക പ്രജനനം എന്ന് പറയുന്നത് ഒരു സസ്യത്തിൻ്റെ ഇല, തണ്ട്, വേര്, ഇങ്ങനെ ഏത് ഭാഗത്ത് നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൽ നിന്നും കിളിച്ചു വരുന്നതിനെയാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ സംഭവിക്കുന്നത് ഇതിലേതാണ്? ഇലമുളച്ചിയാണോ, പപ്പായ ആണോ, ശീമപ്ലാവാണോ, മുരിങ്ങയാണോ? ആൻസർ എന്ന് പറയുന്നത് മുരിങ്ങയാണ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, മുരിങ്ങ. ഇലമുളച്ചി എന്നുള്ള പേര് ഇലയിൽ നിന്നാണ് അത് കിളിക്കുന്നത്. പപ്പായ വിത്തിൽ നിന്നാണ് കിളിക്കുന്നത്. ശീമപ്ലാവ് വേരിൽ നിന്നാണ് അത് കിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചേർന്ന് കിളിക്കുന്നത് മുരിങ്ങയാണ് കേട്ടോ, മുരിങ്ങ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ദഹനരസങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? കരൾ പിത്തരസം, അന്നനാളം ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നാണ്. കരളാണല്ലോ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. ശരിയാണല്ലോ, ശരിയാണ്. ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം എന്താണ്? ശരിയാണ്. അന്നനാളം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അന്നനാളമല്ല, പിന്നെ ആരാണ്? ആമാശയമാണ് കേട്ടോ. ആമാശയമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ശരിയായ ജോഡികൾ എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ് അല്ലേ? 1ഉം 3ഉം ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 55ാമത്തെ ചോദ്യമാണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം
ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് അഥവാ കണ ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി ആണ്. ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. ഓക്കെ, ഇനി അടുത്തത് ചില ആഹാര ബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവയിൽ തെറ്റായത് കണ്ടെത്തുക. ഓക്കെ, തെറ്റായത് കണ്ടെത്തുക. പുല്ല്, ആട്, പുലി, പരുന്ത്. ഓക്കെ, ഒരു ഓർഡർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താ നോക്കിയേ, പുല്ല് ആട് തിന്നുന്നു, ആടിനെ പുലി തിന്നുന്നു, പുലിയെ പരുന്ത് തിന്നുന്നു. ശരിയല്ലേ? ശരിയാണ്. പുല്ലിനെ പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിയെ മുയൽ തിന്നുന്നു, മുയലിനെ സിംഹം തിന്നുന്നു. പുൽച്ചാടിയെ മുയൽ തിന്നുവോ? തിന്നത്തില്ല. ഇതെന്താണ്? തെറ്റാണ്. പുല്ല് പുഴു തിന്നുന്നു, പുഴുവിനെ കോഴി തിന്നുന്നു, കോഴിയെ പാമ്പ് തിന്നുന്നു. ശരിയാണ്. അടുത്തത് പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്. പുല്ലിനെ പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിയെ തവള തിന്നുന്നു, തവളയെ പാമ്പ് തിന്നുന്നു. അപ്പോൾ ഇത് ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി, പുല്ല്, പുൽച്ചാടി, മുയൽ, സിംഹം. കാരണം പുൽച്ചാടിയെ എന്ത് ചെയ്യത്തില്ല? മുയൽ തിന്നത്തില്ല. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? മണ്ണുത്തി ഏത് ജില്ലയിലാണ്? ഓക്കെ, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി വയനാട്. എവിടെയാണ് കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി? ഓപ്ഷൻ എ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. ഓപ്ഷൻ എ തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം? ഓപ്ഷൻ എ മുളക്, ഓപ്ഷൻ ബി പയർ, ഓപ്ഷൻ സി നെല്ല്, ഓപ്ഷൻ ഡി തെങ്ങ്. ഏതിൻ്റെയാണ്? പവിത്ര, അന്നപൂർണ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓപ്ഷൻ സി നെല്ലാണ്. ഓക്കെ, നെല്ലിൻ്റെ സങ്കരയിന വിത്തുകളാണ് പവിത്ര, അന്നപൂർണ എന്നൊക്കെ പറയുന്നത്. അടുത്തത്, കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? ഇതും നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം തന്നെയാണ്, എപ്പോഴും ന്യൂസിൽ കാണുന്നതാണ്. ഓപ്ഷൻസ് ഞാൻ പറയാം. എ കാട്ടാന, ബി പുള്ളിപ്പുലി, സി കാട്ടുപന്നി, ഡി കടുവ. ഏതാണ്? ഓപ്ഷൻ എ കാട്ടാനയാണ് കേട്ടോ, കാട്ടാന. അടുത്തത്, ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ഫ്രാൻസിസ്, ലിയോ 14, ബെനഡിക്ട് 16, ജോൺ പോൾ 2. ആരാണിപ്പോൾ നിലവിലുള്ള പോപ്പ് എന്ന് പറയുന്നത്? ആരാണ് നിലവിലെ മാർപ്പാപ്പ? ലിയോ 14 കേട്ടോ. ഓപ്ഷൻ ബി ലിയോ 14 നിലവിലെ മാർപ്പാപ്പ. ഇനി അടുത്തത്, ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ മേഘദൂത്, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ സിന്ദൂർ. ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഓപ്പറേഷൻ സിന്ദൂർ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ അറിയാമല്ലോ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിന്റെ അകത്തുള്ള തീവ്രവാദികളെ പിടിക്കാൻ ശ്രമിച്ച ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത് 2 ഉണ്ട്. കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ പോർച്ചുഗീസുകാരെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഓക്കെ, ഓപ്പറേഷൻ മേഘദൂത് സിയാച്ചിൻ ഗ്ലേസിയറുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഓപ്പറേഷൻ മേഘദൂത്. അടുത്ത്, അലൂമിനിയത്തിന്റെ അയിര് ഏത്? ബോക്സൈറ്റ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ. ഏതിൻ്റെയാണ്? അലൂമിനിയത്തിന്റെ അയിരെന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. സിങ്കിൻ്റെതാണ് കലാമിൻ വരുന്നത്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഏതിൻ്റെയാണ്? അയൺ അഥവാ ഇരുമ്പിൻ്റെയാണ്. അടുത്തത്, പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഓപ്ഷൻസ് ഞാൻ പറയാം. ഓപ്ഷൻ എ ഗ്ലാസ്, ഓപ്ഷൻ ബി ജലം, ഓപ്ഷൻ സി ശൂന്യത, ഓപ്ഷൻ ഡി വജ്രം. ഏതിൽ കൂടാണ് ഏറ്റവും വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കുന്നത്? ശൂന്യതയിൽ കൂടെയാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്നത് വജ്രത്തിലൂടെയാണ്. ഏറ്റവും വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്നത് വജ്രത്തിലൂടെയാണ്. 1.25, അതായത് 1.25 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് വജ്രത്തിൽ കൂടെ പ്രകാശം സഞ്ചരിക്കുന്നത്. അടുത്തത്,
അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അതായത് തീ കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വാതകം. ഓപ്ഷൻസ് എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി മീഥേൻ. ഏതാണ്? നമ്മൾ അഗ്നിശമനികൾ അല്ലെങ്കിൽ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ശബ്ദത്തിന്റെ തീവ്രത? ഓപ്ഷൻ എ ഹെഡ്സ്, ഓപ്ഷൻ ബി വാട്ട്, ഓപ്ഷൻ സി ഡെസിബൽ, ഓപ്ഷൻ ഡി ആംബിയർ. ഏതാണ്? നമുക്കറിയാം ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നത് ഓപ്ഷൻ സി ഡെസിബൽ ആണ് കേട്ടോ. ഡെസിബൽ. ഫ്രീക്വൻസി അളക്കുന്നതാണ് ഹെഡ്സ് എന്ന് പറയുന്നത്. പവർ അളക്കുന്നതാണ് വാട്ട് എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹം അളക്കുന്നത് അല്ലെങ്കിൽ വൈദ്യുത കറണ്ട് അളക്കുന്നതാണ് ആംബിയർ. അടുത്തത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിലെ ഊർജം ഏതാണ്? അതായത് വെള്ളത്തിനെ അവിടെ കെട്ടി നിർത്തിയേക്കുവാണ്. അപ്പൊ നിർത്തിയേക്കുന്ന ഊർജം ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഗതികോർജം, ഓപ്ഷൻ ബി യാന്ത്രികോർജം, ഓപ്ഷൻ സി ഇതൊന്നുമല്ല, ഓപ്ഷൻ ഡി സ്ഥിതികോർജം. ഏതാണ് ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി സ്ഥിതികോർജമാണ് കേട്ടോ. സ്ഥിതികോർജം. അടുത്തത് നാം കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ചാണ്. അവയവം തിരിച്ചറിയുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് വായയിൽ നിന്നാണ് നമുക്കറിയാം. പൂർത്തിയാകുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ആമാശയം, ഓപ്ഷൻ ബി ചെറുകുടൽ, ഓപ്ഷൻ സി വൻകുടൽ, ഓപ്ഷൻ ഡി മലാശയം. ഏതാണ്? ഓപ്ഷൻ ബി ചെറുകുടലാണ് കേട്ടോ. ചെറുകുടൽ. അടുത്തത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്ര? അതായത് നമ്മുടെ ബ്ലഡിൽ അല്ലെങ്കിൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ്. ഓപ്ഷൻ എ 80 മില്ലിഗ്രാം മുതൽ 100 മില്ലിഗ്രാം വരെ, 90 മുതൽ 110 മില്ലിഗ്രാം വരെ, 70 മുതൽ 120 മില്ലിഗ്രാം വരെ, 70 മുതൽ 110 മില്ലിഗ്രാം വരെ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 70 മുതൽ 110 മില്ലിഗ്രാം വരെ കേട്ടോ. 70 മുതൽ 110 മില്ലിഗ്രാം വരെ. ഇനി അടുത്ത ചോദ്യം, സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ നിർഭയ, ഓപ്ഷൻ ബി ആശ്രയ, ഓപ്ഷൻ സി ഉഷസ്, ഓപ്ഷൻ ഡി കനിവ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. നിർഭയാണ് കേട്ടോ. നിർഭയ. ഇനി താഴെ നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? അതായത് താഴെ തന്നിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. കോളറ, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, ക്ഷയം. ഇങ്ങനെ 4 രോഗങ്ങളാണ് തന്നേക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് വായുവിലൂടെ പകരുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. കോളറ, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, ക്ഷയം. ഏതൊക്കെ പകരുവിടെ? ക്ഷയരോഗം പകരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്ഷയരോഗം പകരും. പിന്നെ ക്ഷയരോഗം അല്ലാതെ പിന്നെ പകരുന്ന ഏതാണ്? ചിക്കൻ ബോക്സ്. അപ്പം ഓപ്ഷൻ നോക്കിക്കേ. ഇതിൽ ക്ഷയവും ചിക്കൻ ബോക്സും വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി 71ാമത്തെ ചോദ്യം, എയ്ഡ്സ് ബാധയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ നിന്നും തെറ്റായവ കണ്ടെത്തുക. തെറ്റായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ, HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധം HIV പകരാൻ ഇടയാക്കുന്നു. HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധം HIV പകർത്തും. ഓക്കെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഒരുമിച്ച് HIV ബാധിതരുമായി താമസിച്ചാലും ഭക്ഷണം പങ്കിട്ടാലും HIV ബാധ ഉണ്ടാകാം. ഇല്ല, അങ്ങനെ HIV ഉണ്ടാകില്ല. തെറ്റാണ്. ഹസ്തദാനം, ചുമ, തുമ്മൽ, ശൗചാലയങ്ങൾ പങ്കിടൽ എന്നിവയിലൂടെയും HIV പകരാമോ? അല്ല, HIV പകരില്ല. HIV ബാധിതർ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ രോഗപകർച്ച ഉണ്ടാകാം. അപ്പം 1ഉം 4ഉം ശരിയാണ്, 2ഉം 3ഉമാണ് തെറ്റ്. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് തെറ്റെന്നാണ്. ഏതൊക്കെയാണ്? 2ഉം 3ഉം. 2ഉം 3ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്തത്, വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം. നിപ്പ, പ്ലേഗ്, ഒമിക്രോൺ, ക്യാൻസർ. ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ്. ഓപ്ഷൻ എ നിപ്പ. ഓപ്ഷൻ എ നിപ്പ. ഇനി അടുത്ത ചോദ്യം, കുഷ്ഠരോഗം കുട്ടികളിൽ രോഗ ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ഡാഷ്. വിമുക്തി, സാന്ത്വനം,
കാരുണ്യ, ബാലമിത്ര. അപ്പൊ വിമുക്തി എന്താണെന്നറിയാം, മദ്യത്തിൽ നിന്ന് ആളുകളെ മദ്യപാനികളെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് വിമുക്തി. മാരക രോഗങ്ങളിൽ നിന്ന് ഉള്ള ബാധിച്ചവർക്ക് സഹായം കൊടുക്കുന്നതാണ് കാരുണ്യ. അതുപോലെ സാന്ത്വനമുണ്ട്, പിന്നെ ബാലമിത്രമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? കുഷ്ഠരോഗം കുട്ടികളിൽ രോഗ ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗ നിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ഓപ്ഷൻ ഡി ബാലമിത്ര. ഓക്കെ, ഓപ്ഷൻ ഡി ബാലമിത്ര. ഇനി നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യകം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണെന്നാണ്. കപ്പ, മത്സ്യം, എണ്ണകൾ ആണോ? ഇതിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ ധാന്യം കിട്ടുന്നത്? അല്ല. പാല് ഉൽപ്പന്നങ്ങൾ ആണോ? അല്ല. പഴങ്ങൾ, പച്ചക്കറികൾ ആണോ? അല്ല. പിന്നെ ഏതാണ്? അരി, ഗോതമ്പ്, കപ്പ. ഈ ഇങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് കൂടുതൽ ധാന്യകമടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളായിട്ട് കാണപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, COVID-19 ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, COVID-19 കാരണം കൊറോണ വൈറസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരിയാണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. ഇതും ശരിയാണ്, നിങ്ങൾക്കറിയാം. കോവിഡുമായി ബന്ധപ്പെട്ട് പരിശോധനയാണ് RT-PCR. എല്ലാവരും പോയി ചെയ്ത് നോക്കിയതാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരിയാണ്. COVID-19 പകർച്ചവ്യാധിയല്ല, അത് തെറ്റാണ്. COVID-19 എന്ന് പറയുന്നത് പകർച്ചവ്യാധിയാണ്. എനിക്ക് വന്ന അടുത്തുള്ള ആൾക്കാർക്ക് ആർക്കൊക്കെ വേണമെങ്കിലും വരാവുന്ന രോഗമാണ്. അപ്പോൾ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് 1, 2, 3 ശരി. ഇനി നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്? BCG, ECG, OPV, MMR. ഏതാണ് തന്നിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത്? ഏതാണ്? തന്നിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് ECG ആണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ബാക്കിയുള്ളതെല്ലാം വാക്സിൻ ആണ്. BCGയും OPVയും MMR എന്നൊക്കെ പറയുന്നത് വാക്സിൻ ആണ്. ECG എന്ന് പറയുന്ന വാക്സിൻ അല്ല, അതൊരു ടെസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത്, കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏത്? ഓപ്ഷൻസ്: വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ എ, വിറ്റാമിൻ കെ. ഏതാണ് കൊഴുപ്പിൽ ലയിക്കാത്തത്? കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ സി ആണ് കേട്ടോ. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. അടുത്തത്, മൂത്രാശയ രോഗങ്ങളുടെ കാരണം. എന്തുകൊണ്ടാണ് മൂത്രാശയ രോഗങ്ങൾ വരുന്നത്? ഒന്നാമത്തത് മൂത്രശങ്ക ഉണ്ടാകുമ്പോൾ മൂത്രം ഒഴിക്കാത്തത്. അതായത് മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ മൂത്രമൊഴിക്കാതെ പിടിച്ചു വെച്ചാൽ എന്തുണ്ടാവും? മൂത്രാശയ രോഗം ഉണ്ടാകും. അതൊരു കാരണമല്ലേ? കാരണമാണ്. അടുത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത്. ദാഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചില്ലെങ്കിലും നമുക്ക് എന്ത് പറ്റും? ഈ പറയുന്ന മൂത്രാശയങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അടുത്തത്, വൃത്തിശീലങ്ങളിലെ പോരായ്മ. അതായത് നമുക്ക് നല്ല വൃത്തിയില്ലാതാണ് നമ്മൾ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൂത്രാശയം ഒന്നും നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അതും രോഗത്തിന് കാരണമാകും. അപ്പം 1, 2, 3 എന്താണ് ശരിയായിട്ടുള്ള ഉത്തരവാണ്. അതായത് ഓപ്ഷൻ സി 1, 2, 3 ശരി. അടുത്തത് 79ാമത്തെ ചോദ്യം, ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നതിന് കാരണക്കാർ ഡാഷ് ആണ്. ഓപ്ഷൻ എ ബാക്ടീരിയകൾ, ഓപ്ഷൻ ബി വിരകൾ, ഓപ്ഷൻ സി പുഴുക്കൾ, ഓപ്ഷൻ ഡി വൈറസുകൾ. ഏതാണ്? ഓപ്ഷൻ എ ബാക്ടീരിയകളാണ് കേട്ടോ. നമ്മുടെ പല്ലിൻ്റെ അകത്തുള്ള പല്ലിനെയൊക്കെ ദ്രവിപ്പിച്ച് കളയും. ഓപ്ഷൻ എ ബാക്ടീരിയകൾ. ഇനി 80ാമത്തെ ചോദ്യം, കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണിവ. പനി ഏതാണ്? എന്തൊക്കെയാ? കൊതുക് പരത്തുന്നതാണ്. ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിക്കാം. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിക്കുന്നത് ഏതാണെന്ന് പറയണം. എലിപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, ചെള്ളുപനി. ഏതാണ്? ഓപ്ഷൻ സി ഡെങ്കിപ്പനിയാണ്. ഓപ്ഷൻ സി ഡെങ്കിപ്പനി. ഇപ്പൊ നമ്മൾ 80 ക്വസ്റ്റ്യൻസ് ആയി. അതായത് GK ഭാഗത്തുള്ള 80 ചോദ്യമായി. ഇനി മാത്സിന്റെ ചോദ്യമാണ്. മാത്സിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മാത്സിന്റെ സാറ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്.
അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക്